അതുകൊണ്ട് മനുഷ്യന് ഒരു കാര്യവും ജന്മന വിവരമില്ല. എല്ലാ കാര്യങ്ങളും മനുഷ്യൻ പഠിച്ചുണ്ടാക്കുന്നതാണ്. എങ്കിൽ കുടുംബജീവിതം നമ്മളാരും പഠിച്ചതുമില്ല, നമ്മളാരും പഠിപ്പിച്ചതുമില്ല. ആദം വല്ലിപ്പാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ്, ചെയ്യപ്പെട്ടു പോന്നിരുന്നതാണ്. പക്ഷേ കാലക്രമേണ ഈ വിദ്യാഭ്യാസം പോന്നിരുന്നതാണ്. പക്ഷേ കാലക്രമേണ ഈ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയി. അതിനൊരുപാട് കാരണങ്ങളുണ്ട് നഷ്ടപ്പെടാൻ. ഇസ്ലാമിൻ്റെ കുടുംബ കാഴ്ചപ്പാടും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ കുടുംബ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്ലാമിൻ്റെ കുടുംബ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് ആദം നബിയും ഹവ്വാ ബീവിയിൽ നിന്നും തുടങ്ങുന്നതാണ്. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഫാമിലി എന്ന കാഴ്ചപ്പാട് മനുഷ്യനും കുരങ്ങിനും ഒരു പൂർവപിതാവായ ചിമ്പാൻസി ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് തുടങ്ങുന്നതാണ്. അങ്ങനെ പിന്നീട് അത് കാലക്രമേണ മനുഷ്യനായി രൂപം മാറി. ആ മനുഷ്യന്മാർ ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്നവരായിരുന്നു എന്നാണ് സോഷ്യോളജി പറയണത്. ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ സഞ്ചാരികളായിരുന്നു ആദിമ മനുഷ്യന്മാർ, യാത്രക്കാരാണ്. അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ ചെല്ലും, അവിടെയുള്ള മൃഗങ്ങളെ കൊന്നു തിന്നും, അവിടെയുള്ള കായ്ക്കനികൾ പറിച്ചു തിന്നും അവർ ജീവിക്കും. വിഭവങ്ങൾ കുറയുമ്പോൾ അടുത്ത നാട്ടിലേക്ക് പോകും, പിന്നെ അവർ അടുത്ത നാട്ടിലേക്ക് പോകും. അങ്ങനെ മനുഷ്യൻ ജീവിച്ചു. മനുഷ്യന്റെ എണ്ണം ഇങ്ങനെ കൂടി വരികയും വിഭവങ്ങൾ കുറഞ്ഞു വരികയും ചെയ്തപ്പോ പരസ്പരം സഹകരിച്ച് ജീവിച്ചു. അങ്ങനെ കുടുംബങ്ങളുണ്ടായി. ആ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൻ്റെ രണ്ടാമത്തേലെ പെൺകുട്ടിയെയും രണ്ടാമത്തേലെ ആൺകുട്ടി ആദ്യത്തേലെ പെൺകുട്ടിയെയും കല്യാണം കഴിച്ചു. അവർക്ക് വീണ്ടും മക്കളുണ്ടായി. അങ്ങനെ ഉണ്ടായി അങ്ങനെ വന്ന് ലോകത്ത് മനുഷ്യന്മാരുണ്ടായി എന്നാണ് നമ്മൾ പറയണത്. അതുകൊണ്ട് ആ ചിമ്പാൻസി നമ്മളെ വാപ്പല്ല. ഉണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ വിഷയത്തിൽ നമ്മുടെ കാഴ്ചപ്പാട്. ഈ സാമൂഹ്യ ശാസ്ത്രം പഠിച്ചാൽ സ്വാഭാവികമായിട്ടും വിവാഹത്തോട് എതിർപ്പുണ്ടാവുമല്ലോ. പുതിയ തലമുറക്ക് മാഷ് പറഞ്ഞമാതിരി വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് പിന്നെ ഒരു പരിധി വരെ കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരികയാണ്. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നതിന് കുറെ കാരണമുണ്ട്. വള വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണ്, കൈച്ചേന് വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണല്ലോ. കല്യാണം അത് പോകണ്ടെന്നാ പറയാ. എന്താ കാര്യം? ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി, നിക്കാഹ് ഇബാദത്താണെന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുമ്പോൾ അധികവും കുവൈത്ത് എയർലൈൻസിനൊക്കെ ടിക്കറ്റ് എടുത്താൽ നല്ല പൈസ കുറവ് കിട്ടും. അപ്പോൾ കുവൈത്ത് എയറിന് എടുത്തു കഴിഞ്ഞാൽ കുവൈത്ത് എയർപോർട്ടിൽ 5 മണിക്കൂർ നിൽക്കണം. ഇവിടുന്ന് കുവൈത്ത് പോയി കുവൈത്തിൽ 5 മണിക്കൂർ നിന്നിട്ട് അവിടുന്ന് കണക്ഷനാണ് ഉണ്ടാവുക. ഇവിടുന്ന് കുവൈത്ത് എയർപോർട്ടിലേക്ക് എന്നാൽ കുവൈത്തിൽ കണക്ഷൻ ഫ്ലൈറ്റിലെ ആളുകൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 15x15 വലുപ്പമുള്ള ഒരു റൂമിൽ ഏകദേശം ഒരു ഫ്ലൈറ്റിലെ പകുതി ആൾക്കാരും 2 ബാത്റൂമും ഉണ്ടാവും. 5 മണിക്കൂർ അങ്ങനെ നിൽക്കണം. അത് സാരമില്ല, കാരണം ഉംറ ഇബാദത്താണ്. ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. നിക്കാഹില്, വൈവാഹിക ബന്ധത്തില്, കുടുംബജീവിതത്തില് അങ്ങനൊന്നും സഹിക്കാൻ തയ്യാറില്ല. എന്തേ കാരണം? കുടുംബജീവിതം ഇസ്ലാമിലെ ഇബാദത്താന്ന് മനസ്സിലായില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. ആദം വല്ലിപ്പ തുടങ്ങിയതാന്ന് മനസ്സിലായില്ല. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ പെണ്ണെട്ടാത്ത 2 നബിമാര് മാത്രമേ ഉള്ളൂ. ഒന്ന് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, പിന്നീട് സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാം. അതിൽ യഹ്യ നബിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. യഹ്യ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഒരു ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തഫ്സീർ തന്നെ പറഞ്ഞിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നല്ല, അതിൻ്റെ അർത്ഥം വ്യഭിചരിച്ചിട്ടില്ല എന്നാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ യഹ്യ നബി കല്യാണം കഴിച്ചോ ഇല്ല എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കല്യാണം കഴിക്കാതിരുന്നിട്ടുള്ളത് ഒരു നബി മാത്രമേ ഉള്ളൂ, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. 1,24,000 അമ്പിയാക്കൾ വന്നതിൽ 1,23,999 നബിമാരും പെണ്ണെട്ടിയിട്ടുണ്ട്. അമ്പിയാക്കൾ ചെയ്ത ഒരു ഇബാദത്താണത് എന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉമ്മ, ആ പെൺകുട്ടിയുടെ വാപ്പ, പുതിയാപ്പിളാകാൻ പോണ ആള്, ഓന്റെ വാപ്പ മനസ്സിലാക്കിയാൽ വിവാഹം ഇബാദത്തായിട്ട് നടക്കും. ഇത് മനസ്സിലായില്ലെങ്കിൽ വിവാഹം ആഘോഷമായിരിക്കും. അപ്പോൾ വെടിപൊട്ടും. വെടിപൊട്ടാതെ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. ആർഭാടങ്ങൾ
മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ. എന്താ ഇസ്ലാമിലെ വിവാഹ ഇബാദത്താണ്, അത് മനസ്സിലായില്ല, അതാ പ്രശ്നം. ഇബാദത്താകുമ്പോ അതിനനുസരിച്ചുണ്ടാവില്ലേ. നമ്മളിപ്പോ വെള്ളിയാഴ്ച ജുമാക്ക് വരുന്നുണ്ടല്ലോ, സംഗതി നേരം വൈകിട്ടാണെങ്കിലും വേണ്ടാത്തൊന്നും ചെയ്യണില്ലല്ലോ. എന്താ കാര്യം? ജുമാ ഇബാദത്താന്ന് മനസ്സിലായി, കല്യാണം ഇബാദത്താണെന്ന് മനസ്സിലായില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഹൈറായ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ആഖിറത്തിലാണ്. സത്യത്തിൽ ദുന്യാവിലെ കല്യാണം ദുന്യാവുക്കുള്ളതല്ല, സ്വർഗത്തിലേക്കുള്ളതാണെന്ന് സൂറത്ത് യാസീനിലുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിയാ ഫാഖിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും. ഏത് ഇണ? എല്ലാ തഫ്സീറും പറഞ്ഞു ദുന്യാവത്ത് അതേ ഭാര്യയും ഭർത്താവുമാണ്. സ്വർഗത്തിൽ ദുന്യാവത്ത് അതേ ഭാര്യയും ഭർത്താവുമാണ്. അതാണ് അസ്വാജ് എന്ന് പറഞ്ഞത്. ഫീ ദിലാലിൻ മരത്തിന്റെ താഴ്ഭാഗത്ത് അലൽ അറായികി അരീക്കത്ത് എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കും. സ്വർഗത്തിൽ അവർ കട്ടിലിൽ ചാരിയിരിക്കും. ഇണകൾ. ഏത് ഇണ? ദുനിയാവിൽ അതേ ഭാര്യയും ഭർത്താവും. മക്കളുണ്ടാവില്ല. മക്കള് പെൺകുട്ടികള് പോലെ പുതിയാപ്പളിനൊപ്പം അപ്പുറത്തെ കൊട്ടാരത്തില്, ആൺകുട്ടികൾ പോലെ പെണ്ണുങ്ങളൊപ്പം ഇപ്പുറത്തെ കൊട്ടാരത്തില് എപ്പോ വേണമെങ്കിലും കാണാൻ പറ്റും. നമ്മളെ പെരയിലല്ല, നമ്മളെ പെരയിൽ നമ്മൾ മാത്രമാണുള്ളത്. ഏറ്റവും ദറജ കുറഞ്ഞ ആൾക്ക് 1,00,000 ഖാദിമ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് സ്വർഗത്തില്. ഏറ്റവും ദറജ കുറഞ്ഞ ആൾക്ക് 1,00,000 ഖാദിമ്യങ്ങൾ സഹായത്തിനായിട്ടുണ്ടാവുമെന്നാണ്. അപ്പൊ നമ്മളെ കൊട്ടാരത്തിൽ നമ്മളെ പെണ്ണുങ്ങളൊപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത്. മാത്രമല്ല സ്വർഗത്തിന്റെ പ്രത്യേകതകളിൽ പറയുന്നുണ്ട്, ഏത് മനുഷ്യനും യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഭാര്യയോട് ഒരുമിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, ഭർത്താവിനോട് ഒരുമിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകാത്ത വലിയൊരു പ്രശ്നമുണ്ട്. ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. അത് ഒരു കാര്യമോ രണ്ട് കാര്യമോ അല്ല, കുറേ കാര്യങ്ങൾ ചേർന്നതാണ്. അത് മുഴുവൻ മനസ്സിലാവുമ്പോഴേ ഈ കാര്യം മനസ്സിലാവുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. എന്നോടൊരിക്കൽ ഞാൻ ചാങ്കരംകുളം ഭാഗത്തൊരു പരിപാടിക്ക് പോയപ്പോൾ നമ്മുടെ വളരെ പ്രമുഖനായ ഒരാള്, നല്ല ദീനീ കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 9 കല്യാണം ഇല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നല്ല സുഖമായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ 9 കല്യാണം കൊണ്ട് നമ്മൾ ആകെ അടങ്ങാറായി എന്ന് ചുരുക്കം. ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കോലത്തിലായി. എന്താ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 വിവാഹത്തെ കുറിച്ച് നമ്മോട് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി അറിയാ? അത് മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് മറുപടി. നബി തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ആർക്കും തോന്നൂലേ, വല്ലാത്തൊരു പ്രത്യേകതയായി പോയി പെണ്ണിട്ടുന്ന വിഷയത്തിൽ എന്ന് തോന്നുമല്ലോ. സ്വാഭാവികമല്ലേ തോന്നുന്നുള്ളത്. എന്താ വേണ്ടത്? ആ സംശയം തീരണമെങ്കിൽ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മുഴുവൻ പഠിച്ചാലേ സംശയം തീരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെണ്ണിട്ടിനോടത്ത് മാത്രമല്ല പ്രത്യേകത ഉള്ളത്, ധാരാളം വിഷയങ്ങളിലുണ്ട്. ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നത് നുബുവത്തിന്റെ 2ാം ഘട്ടത്തിലാണ്, 3ാം ഘട്ടത്തിലാണ്. 1 ഇഖ്റ ബിസ്മി, 2 യാ അയ്യുഹൽ മുദ്ദസ്സിർ, 3ാമത്തേത് യാ അയ്യുഹൽ മുസമ്മിൽ. ഈ യാ അയ്യുഹൽ മുസമ്മിലില് തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അതിൽ തഹജ്ജുദ് നിസ്കാരം ഖുർആൻ പാരായണം പറയുന്നുണ്ട്. ഇത് നബുവത്തിന്റെ 3ാം ഘട്ടമാണ്. 1 ഇഖ്റ ബിസ്മിയാണ്, 2 യാ അയ്യുഹൽ മുദ്ദസ്സിറാണ്, 3 യാ അയ്യുഹൽ മുസമ്മിലാണ്. അന്ന് ഫർദ് നിസ്കാരം നിർബന്ധമായിട്ടില്ല. ഞമ്മക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണ്. അലാറം വെച്ചിട്ട് അലാറം അടിച്ചിട്ട് നമ്മൾ കേട്ടിട്ട് ഉണന്നെങ്കിൽ നിസ്കരിച്ചാൽ മതി. ഞമ്മക്ക് തഹജ്ജുദ് സുന്നത്താണ്, മുത്തുനബിക്ക് നിർബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല. നമ്മക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. എന്തേ കാരണം? മിൻ ഖസാഇസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അങ്ങനെയാണെങ്കിൽ പിന്നെ 9 ഭാര്യമാരുണ്ടായത് കുഴപ്പമില്ലാന്ന്. നമ്മൾ മരിച്ചാലേ വല്ല 10 സെന്റോ എന്തേലും ഉണ്ടെങ്കിൽ മക്കൾക്ക് ഒരിച്ചെടുക്കാലോ. എന്തേലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വല്ല 10 15 സെന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് ഓഹരി ചെയ്തെടുക്കാം. എന്നാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തിൽ അനന്തരാവകാശമില്ല. മുസ്തഫായ നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് ഫാത്തിമ ബീവിക്ക് കിട്ടിയില്ല. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ആ പണം മുഴുവൻ ബൈത്തുൽ മാലിൽ അടച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്തിൽ അനന്തരമില്ലെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. അമ്പിയാക്കളുടെ സ്വത്തിൽ അനന്തരാവകാശമില്ല. എന്തേ കാരണം? അത് മിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പ്രത്യേകതയാണ്. എല്ലാ പ്രത്യേകതയാണ് പഠിക്കുമ്പോൾ നമ്മളെ കൽബ് പറയും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാന്ന്. നമ്മളാകെ ഒരു പ്രത്യേകത മാത്രം പഠിച്ചതുകൊണ്ട് തോന്നിയതാണ് വല്ലാത്ത പ്രത്യേകതയായി പോയല്ലോ.